ഗുരുവായൂരിന് ഒരു ചെങ്ങാതി ഇന്ന് മരിച്ചിട്ടുണ്ട്. ജീവൻ ഒടുക്കിയതാണെന്നാണ് പറയുന്നത്. ഒരു വ്യാപാരിയാണ്. അതുമാത്രവുമല്ല, അയാൾ 6 ലക്ഷം രൂപയാണ് ഒരു പലിശക്കാരൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചത്. 50 ലക്ഷം രൂപയോളം അയാൾ തിരിച്ചടച്ചു എന്നാണ് പറയുന്നത്. ഒരു ദിവസം 8000 രൂപ പലിശ ഇനത്തിൽ കൊടുക്കണമെന്നാണ് ന്യൂസ് എന്നറിയുന്നത് കേട്ടാ. അതായത് ന്യൂസ് എന്നറിയുന്നതാണേ, നമ്മൾ പോയിട്ട് അന്വേഷിച്ചൊന്നുമല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എൻ്റെ പൊന്നു കുഞ്ഞുമക്കളെ, എനിക്ക് മനസ്സിലാകാതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഈ 6 ലക്ഷം രൂപ എടുത്തിട്ട് ഇയാൾ എന്ത് കച്ചവടമാണ് ചെയ്തത്? ഒരു ദിവസം 8000 രൂപ പലിശ കൊടുക്കാനായിട്ട് 6 ലക്ഷം റുപ്യ. ഒരു മാസം 8000 രൂപ പലിശ കൊടുക്കലാന്ന് നമുക്ക് ഓക്കെ പറയാം. പക്ഷെ ഒരു ദിവസം എങ്ങനെയാണ് 8000 രൂപ കൊടുക്കുക? എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോഴും ആ കൊള്ള പലിശക്കാരനെ നമുക്ക് തൂക്കണം, ആ കൊള്ള പലിശക്കാരനെ കേസെടുക്കണം, അവനെ ഉള്ളിലിടണം, ആ കൊള്ള പലിശക്കാരനെ ഇനി നാട്ടിൽ നിൽക്കാൻ അനുവദിക്കരുത്. ഇതൊക്കെ നമുക്ക് തിളപ്പ് മാത്രമാണ്. നമുക്കൊരു തിളപ്പ് ഇന്ന് വൈകുന്നേരത്തെ ഒരു അന്തിച്ചർച്ച, നാളെ വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനവേദി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് 18 ചാനലിൽ ഒരു പരിപാടി. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മൾ അതും വിട്ടിട്ട് നമ്മൾ വേറെ പണിക്ക് പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ കുറേ നാൾ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തൻ ഇതിൻ്റെ ബലിയാടായിട്ട് അവനും ജീവൻ കൊടുക്കുമ്പോൾ മാത്രം നമ്മളുടെ രക്തങ്ങൾ തിളക്കും. കൊള്ളപ്പലിശക്കാർക്കെതിരെ നമുക്ക് പോകണം. ആരാന്ന് ഇതെല്ലാം പറയുന്നത്? ഈ കൊള്ളപ്പലിശ കൊടുക്കുന്നോന്ന് തന്നെയായിരിക്കും ഇത് പറയുന്നുണ്ടാവുക. എന്നാ കാരണം എന്നറിയാം, മറ്റോനെ ഞങ്ങൾക്ക് പൂട്ടണം, മോൻ കുറേ ആൾക്ക് പൈസ കൊടുക്കുന്നതാ. അങ്ങനെ ഈ കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ വേണ്ടിയിട്ട് ഈ സമയം വരുമ്പോൾ മാത്രം എന്ന് പറഞ്ഞാൽ വാ തുറക്കുന്ന ജനങ്ങളാണ് നമ്മൾ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കൊള്ളപ്പലിശക്കാരെടുക്കുന്ന പൈസ വാങ്ങിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. അതായത് നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു പൈസ പോലും തിരിച്ചടക്കരുത് എന്ന്. അവൻ വെറുതെ പൈസ തരുന്നതല്ല, അവൻ ആധാരമോ ഇല്ലെങ്കിൽ വേറെ എന്തോ ഇത് പരിപാടി വെച്ചിട്ടാണ് തരുന്നത്. അത് പിന്നെ തിരിച്ചു കിട്ടണമെങ്കിൽ ഇന്ന വരക്കേണ്ടി വരും അവൻ്റെ അടുക്ക പോയിട്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊള്ള പലിശ വാങ്ങിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 2 പ്രാവശ്യം ആലോചിക്കണം. ഇദ്ദേഹം ഇത്രയും വലിയ വ്യാപാരിയാണ്. ഇനി വ്യാപാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാൾ കട എടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾ ഒരു മണ്ടനാന്നേ ഞാൻ പറയുള്ളൂ. പാവം മരിച്ചവരെ പറ്റിയിട്ട് അങ്ങനെ പറയുന്നതല്ല. പക്ഷേ ഒരു മണ്ടത്തരമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കൊള്ള പലിശക്കാരുടെ അടുക്കുന്ന ആരെങ്കിലും ഇത്രയും പൈസ മേടിച്ചിട്ട് ഈ കച്ചവടം ചെയ്യോ? എന്നേരം ചോദിക്കുക, എനിക്ക് ജീവിക്കണ്ടോ? ജീവിക്കണമെങ്കിൽ പണിയെടുക്കണം. ഇപ്പം എനിക്കും ഒരുപാട് ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. പക്ഷേ കയ്യിൽ എന്തെങ്കിലും ചിക്കിളി വേണ്ടേ? ഈ കൊള്ള പലിശക്കാരനോട് പോയിട്ട് 5 ലക്ഷം വാങ്ങിച്ചിട്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും എത്തുമോ? ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവന് പലിശ കൊടുത്ത് നമ്മൾ മുടിഞ്ഞു പോകുന്നതല്ലാതെ നമ്മളെ അതിനെ കൊണ്ട് ഒരു അരിമണി ഒരു ബിസ്ക്കറ്റ് മേടിച്ചിട്ട് നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ് കൊള്ളപ്പലിശ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മലയാളികളായ നമ്മൾ എന്തിനാണ് ഇതിൻ്റെ പുറകെ പോകുന്നത്? അവൻ്റെ അതുപോലെ എനിക്ക് ജീവിക്കണം, അവനെ പോലെ എനിക്ക് പണം ഉണ്ടാക്കണം, അവൻ്റെ അതുപോലെ വീട് വെക്കണം. ഒരുത്തൻ ഒരു നാരങ്ങോളം വിറ്റിട്ട് വൈറലായി, ഓന് കുറച്ച് കച്ചവടം കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാം മലയാളി? അതിൻ്റെ ഇപ്പുറത്ത് അതേപോലെ കൊണ്ടുവന്നിട്ട് വേറൊരു നാരങ്ങോളം ഇടും. അതാണ് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ബിരിയാണി സെൻറ്റർ ഇവിടെ ഒരുത്തൻ തുടങ്ങി, ഓൻ എങ്ങനെയല്ലോ കൂടിയിട്ട് പച്ച പിടിച്ച് വരുമ്പോഴേക്ക് അടുത്ത ബിരിയാണി സെൻറ്റർ അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുവന്ന് വെക്കും. ഇതാണ് മലയാളികൾ. അപ്പോൾ ഇവിടുത്തവനും കച്ചവടമില്ല, ഓനും കച്ചവടമില്ല. 3-ാമത്തെ ദിവസം രണ്ടാളും കൂടി പൂട്ടിയിട്ട് പോവുകയും ചെയ്യും. ഇവിടെ ഇപ്പോഴും പല ബിസിനസ്സുകാരും ചെയ്യുന്നത് അത് തന്നെയാണ്. ഏതെങ്കിലും ഒരുത്തം കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു വ്യാപാര സ്ഥാപനം ഇടുമ്പം കടം വാങ്ങിയിട്ടായാലും ഓൻ്റെ കച്ചവടം കണ്ടാൽ മോനെ എന്തൊരു കച്ചവടാറാ, അതിൻ്റെ മുമ്പിൽ അമ്മക്കൊന്നും കൊണ്ടിടണം. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഓനും കടം മേടിച്ച് പോയിട്ട് ആടെ ഒരു കച്ചവടം ഇടും. അങ്ങനെ 2 പേരും കൂടിയിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ട് തീരുകയും ചെയ്യും. 2 പേരും കടക്കാരനായിട്ട് പിന്നെ പോയിട്ട് ആ മുതലാളിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു നൃത്തം ഉണ്ടായിരുന്നു, കൊള്ളപ്പലിശക്കാരൻ്റെ മുമ്പിൽ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ പറയുന്നേക്ക്, ഈ കൊള്ളപ്പലിശക്കാരൻ തന്നെ അല്ലടോ നിങ്ങളെ സഹായിച്ചത്. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അറിയാ? ഈ പൈസ തരുമ്പോൾ നീ മുടിഞ്ഞ പോണേ ഭഗവാനെ. കാരണം എന്താ അറിയാ? ആ പൈസക്ക് നിന്റെ വീടിങ് എൻ്റെ കയ്യിലേക്ക് വരുമല്ലോ. ഇതാണ് അവരുടെ ചിന്ത. ഇത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവില്ല. നിങ്ങൾക്കറിയാലോ, ഒരു 10 വർഷം 15 വർഷം മുമ്പ് വരെ കുബേര എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതെല്ലാം ഉണ്ടായിരുന്നു ഇത് നിർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നിന്നോ? ഇത് നിന്നിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊള്ളപ്പലിശക്കാരുടെ പുറകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും വിചാരിക്കാത്തത്ര ആൾക്കാരുണ്ട്. പിന്നെ 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൈസ മുഴുവൻ എന്ന് പറഞ്ഞാൽ അയാൾ ഉണ്ടാക്കിയൊന്നുമല്ല, അയാളെ ഇത് ഏൽപ്പിച്ച വേറൊരു സംഘമുണ്ട്. ഈ സമരം നയിക്കുന്നത് ചിലപ്പോൾ ഇവരായിരിക്കും. ഈ കൊള്ളപ്പലിശക്കാരനെതിരെ സമരം നയിക്കുന്നവരെ തന്നെയായിരിക്കും. അവൻ്റെ പൈസയായിരിക്കും ഇവൻ മേടിച്ചു കൊടുക്കുന്നത്. അതുമൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഇതിനിടക്ക് പോയിട്ട് ഒരു കൂട്ടുകാരനോട് ചോദിച്ചു, അർജൻറ്റായിട്ട് ഒരു 5000 രൂപ വേണ്ടടാ, ഒന്ന് തരുവാ. അവൻ പറഞ്ഞു, എൻ്റെ മോനെ എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലടാ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞേടാ 5000 രൂപ റെഡി ആയിട്ടുണ്ട് കേട്ടാ, ഞാനൊരു ചെങ്ങായിയോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മുടിഞ്ഞ പലിശയാടാ, അതായത് 4000 തരുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ ചെയ്യാ? ഉയ്യൻ്റെടാ 5000 അന്ന് എൻ്റെ ആവശ്യം. എടാ 4000 നടക്കട്ടെ,
അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണേ, പലിശ കൃത്യമായിട്ട് തരണേ, മുതൽ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. അങ്ങനെ ഇവനെന്ത് ചെയ്തു അറിയാം, ഇതിൻ്റെ കമ്മീഷനും ഇതെല്ലാം എടുത്തിട്ട് അന്ന് നമുക്ക് 4000 തരുക. പക്ഷെ എന്നാ അറിയാം, പേരെന്താ, കൊള്ളപ്പലിശക്കാരനാണ്. ഇതിൻ്റെ ഇടയിൽ ഇവൻ വലിച്ചത് ആടി ഉണ്ടാവും, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ 6 ലക്ഷം വാങ്ങിയവൻ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവനും കിട്ടിയത് ചിലപ്പോൾ 4 ലക്ഷം ആയിരിക്കും, 2 ലക്ഷം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടനിലക്കാരനായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മരിക്കാൻ ഈ കൊള്ളസംഘാന്ന് വിശ്വസിക്കുന്നില്ല. കാരണം ആ കൊള്ളസംഘത്തിനെതിരെ വേണമെങ്കിൽ ഇയാൾ 50 ലക്ഷം അടച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 20 ലക്ഷം ആകുമ്പോഴെങ്കിലും ഇയാൾക്ക് എന്തെങ്കിലും പറഞ്ഞു തീർത്തൂടെ? അല്ലെങ്കിൽ 20 ലക്ഷം അങ്ങനെ അടക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ ഇയാൾക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒരു ലോൺ എടുക്കാലോ. അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളും സാധ്യതകളും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഒരാൾ പോലും ഇതുപോലെ പോയിട്ട് ജീവൻ ഒടുക്കരുത്. ജീവൻ ഒടുക്കേണ്ട ഒരു പണിക്കും നമ്മൾ നിൽക്കരുത്. അതായത് മറ്റുള്ളവൻ എന്ത് വേണമെങ്കിൽ നോക്കിക്കോ, ഉയ്യൻ്റെ മക്കളെ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ നയിച്ചിട്ടെങ്കിലും തിന്നാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നിങ്ങൾക്കൊരു 2 വീലർ ഉണ്ടെങ്കിൽ ഒരു ഹെൽമെറ്റ് ഇട്ടിട്ട് ഒരാൾ പോലും അറിയാതെ പോയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം. അതായത് രാത്രി 9 മണി മുതൽ ഒരു 12 മണിയോ ഇല്ല 1 മണി വരെയൊക്കെ ജോലി ചെയ്താൽ തന്നെ അത്യാവശ്യം പൈസ നമ്മളെ കയ്യിൽ കിട്ടും. അതേപോലെ ഫുൾ ഡെലിവറി നടത്തുന്ന ആളുണ്ട്. ഇതിനിടയ്ക്ക് ഞാനൊരു ചങ്ങാതിയോട് ചോദിച്ചു, അവൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അപ്പോൾ അവനോട് ചോദിച്ചു, അല്ലടോ നിനക്ക് ഈ കമ്പനി നീ ശമ്പളം കൊണ്ട് റെഡിയാകുന്നുണ്ടാ? അപ്പോൾ ഓൻ എടുത്ത വായിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അറിയാം, ഓൻ്റെ പണി 5 മണിക്ക് തീരും, 6 മണി മുതൽ ഓൻ എന്ന് പറഞ്ഞാൽ ഡെലിവറി തുടങ്ങുകയാണ്. ഓൻ അങ്ങനെ വീട്ടിലെത്തുന്നത് രാത്രി 12 മണിക്കാണ്. ഈ 6 മണിക്കൂർ കൊണ്ട് ഓൻ ആ കമ്പനീനെക്കാട്ടിയും കൂടുതൽ പൈസ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴേ ഈ 6 ലക്ഷം രൂപ കൊണ്ട് വാങ്ങിച്ചിട്ട് 50 ലക്ഷം അടച്ച ഒരു മനുഷ്യനെ നമ്മൾ എന്ത് പറയാനാണ്? അയാൾ ചെയ്തിരിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ്. അയാൾ കാരണം എന്ന് പറഞ്ഞാൽ അയാളെ മക്കൾക്കാണ് ഏറ്റവും വലിയൊരു തട്ടുപറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കൊള്ളപ്പലിശക്കാരൻ വന്ന് മകൻ്റെയും ഭാര്യയുടെയും മുന്നിലിട്ട് നല്ല രീതിയിൽ അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് ആ ഒരു സമയത്തന്നെ ഇത് പുറത്തു വിടണ്ടേ? എന്നാൽ ആ ഒരു സമയത്തന്നെ മൊബൈൽ പിടിച്ചിട്ട് ഇത് പുറത്തു വിടണ്ടേ? കുറച്ച് ദിവസം മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ്, കാസർഗോഡ് ഇതേപോലെ കൊള്ളസംഘം വന്ന് ഭീഷണിപ്പെടുത്തുന്നു. പെണ്ണുങ്ങളടക്കം വന്നിട്ട് ഒരു പെണ്ണിനെ നല്ല രീതിയിൽ തല്ലിക്കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പോയി മരിച്ചിട്ടുണ്ട്. അതായത് പിന്നെ അന്ന് അധ്യാപികയും അവരുടെ ഭർത്താവും. അങ്ങനെ അവർ രണ്ടുപോയി മരിച്ചു കഴിഞ്ഞതിന് ശേഷം കുറേ ദിവസം അയ്യോ കൊള്ളസംഘങ്ങളാണ്, മറ്റേ ഇവരാണ്, അതുപോലെ കൊള്ളപ്പലിശക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുഴപ്പമുണ്ടായിരുന്നു. അതവിടെ കഴിഞ്ഞു. പിന്നെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതും അങ്ങനെയാണ്. ഇതിപ്പോൾ ഇന്നൊരു ചർച്ചയുണ്ടാവും, നാളെ ഒരു എന്താ പറയുക ന്യൂസ് 18 ചാനലിലെ പ്രശ്നം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ അടുത്ത പ്രശ്നത്തിൻ്റെ കൂടെ പോയി. കാരണം നമ്മൾ പ്രശ്നം എങ്ങനെയാണ് ഏണി വെച്ചിട്ട് നമ്മൾ പിടിക്കും പ്രശ്നങ്ങൾ, അതാണ്. അപ്പം നമ്മൾ ഏണി വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോഴും നമ്മൾ ഓരോ സമരങ്ങൾ നടത്തുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ ഹോസ്റ്റലിൽ വരെ എന്ന് പറഞ്ഞാൽ മറ്റേവന്മാർ കയറി നിരങ്ങുക, അത് നിങ്ങൾ ആലോചിക്കുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ദിവസം കണ്ണൂരങ്ങാറ്റ് ഏതൊരു ഹോസ്റ്റലിൽ കയറിയിട്ടുണ്ട് ഒരുത്തൻ. അതുപോലെ തന്നെ കഴക്കൂട്ടത്തെ ഒരു ഹോസ്റ്റലിൽ കയറിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഹോസ്റ്റലിൽ ആൾക്കാർ കിടന്നുറങ്ങുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ റൂം ഒരു ലോക്ക് ചെയ്യാതെയാണ്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് വട്ടായതാണോ, ഇനി ജനങ്ങൾക്ക് വട്ടായതാണോ, അല്ലെങ്കിൽ ഇനി മാധ്യമപ്രവർത്തകർക്ക് വട്ടായതാണോ എന്നറിയില്ല. ആരെങ്കിലും റൂം ലോക്ക് ചെയ്യാതെ ഉറങ്ങുവോടെ? എന്തൊരു ദുരന്തമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, നമ്മളിതാ തെണ്ടിയാലും വേണ്ടിയില്ല കൊള്ളപ്പലിശക്കാരൻ്റെ കൂടെ പോയിട്ട് പൈസ മേണിക്കല്ലേ. മേണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അതായത് നമ്മൾ വിചാരിക്കുന്നതെന്ന് അറിയാം 10,000 അല്ലേ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അടക്കാം. ഈ 10,000 20 ആവും, ആ 20 40 ആവും, 40 1 ലക്ഷം ആവും, 1 ലക്ഷം 1.5 ആവും, 1.5 2 ആവും. ഇതിൽ നിന്ന് പിന്നെ നിങ്ങൾക്ക് മോചനമില്ല. നിങ്ങൾ വാങ്ങിച്ചതാകെ ഒരു 10,000 ഉറുപ്പ്യായിരിക്കും, നിങ്ങളെ കയ്യിൽ കിട്ടിയത് ചിലപ്പോൾ ഒരു 15,000 ഉറുപ്പ്യായിരിക്കും. പക്ഷെ നിങ്ങളിപ്പോൾ കൊടുത്ത എത്രയാ? 1.5 ലക്ഷം ഉറുപ്പ്യായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കൊള്ള പലിശക്കാർ നിങ്ങൾക്ക് പൈസ കടം തരുമ്പം അവർ പ്രാർത്ഥിക്കുന്ന ഒന്നേ ഉള്ളൂ, ഈശ്വര ഭഗവാൻ ഇവ മുടിഞ്ഞു പോണേ, ഇവൻ ഒരിക്കലും തിരിച്ചു തരാൻ പറ്റില്ലേ ഭഗവാനെ എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പലിശക്കാരൻ പോലും ഇവ നന്നാകണേ എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കത്തില്ല. നന്ദി, നമസ്കാരം.